കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കി നമ്മുടെ കോട്ടയത്ത്, അതും മലരിക്കല് ആമ്പൽ വസന്തം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആമ്പൽപ്പാടത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു അടിപൊളി വീഡിയോ കണ്ടാലോ? ഹാപ്പി ട്രാവലിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനുണ്ട് മലരിക്കലിൽ നിന്ന്, കൂടെ നമ്മുടെ സ്വന്തം സാൻഡർ ഉണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ ചേട്ടാ? ബൈജു ചേട്ടൻ നമ്മുടെ വഞ്ചി തുഴയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് നിങ്ങൾക്ക് ഇന്ന് ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ ഹാപ്പി ട്രാവലിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 6:20. നമ്മളൊരു 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു 20 മിനിറ്റ് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതേ ദൂരെ നടന്നു വരുന്നത് നമ്മുടെ സാൻഡ്ര ബേബിയാണ്. മന്ദം മന്ദം നടന്നു വരുന്നത്. വർണ്ണശബളായിട്ടുണ്ടല്ലോ ഡ്രസ്സൊക്കെ. അപ്പം നമ്മളിത് അങ്ങനെ മലരിക്കലെത്തിയേക്കാണ്. ഇങ്ങോട്ട് ബസ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതേ അമ്പലേറ്റവും കൂടുതലുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നോക്കി, അവിടെ മൊത്തം ആമ്പൽ പൂത്ത് നിൽക്കുന്ന അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിനി ഒരു തോണി എടുത്ത് അങ്ങോട്ട് പോകാൻ പോവാണ്. സമയം ഇപ്പോൾ എത്രയായി? 7 മണിയാവുന്നേ ഉള്ളൂ. ഇച്ചിരി ലേറ്റായി. സൺറൈസ് ജസ്റ്റ് മുന്നേ കഴിഞ്ഞുള്ളൂ. നമ്മൾ സൺറൈസ് പിടിക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ ഇച്ചിരി ലേറ്റായി. സാൻഡ്രാവിനൊപ്പം നമ്മൾ അമ്പലമാണ് വന്നേക്കാണ്. യെസ്, അപ്പോൾ ദേ നമ്മുടെ ചേട്ടൻ തുണി കഴിഞ്ഞെത്തി. യെസ്, അപ്പോൾ വലത് കാലം വെച്ച് കയറാമല്ലോ ചേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മളിതേ വഞ്ചിമ കയറിയിരുന്ന് ഓൾ സെറ്റ്. എങ്ങനെയുണ്ട്? അപ്പം നമ്മളിത് ആ ഒരു അമ്പലുകളുടെ ഇടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 2 സൈഡിലപ്പോൾ നിങ്ങൾ നോക്കിയ അമ്പലുകൾ കാണാം. അടിപൊളിയല്ലേ? നമ്മളിത് ആ ഒരു അമ്പൽപ്പാടത്തിൻ്റെ നടുക്കാണ്. എൻ്റെ ചുറ്റും ആയിരക്കണക്കിന് അമ്പൽപ്പൂക്കളാണ് ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഒക്ടോബർ മാസത്തോടനുബന്ധിച്ച് ഇതൊക്കെ മോട്ടർ വെച്ച് അടിക്കും. എന്നിട്ട് ഇവിടെ നെൽകൃഷി നടത്തും. അത് കഴിഞ്ഞ് ഒരു മാർച്ച് മാസത്തോടുകൂടി കൃഷി അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വെള്ളം കയറ്റി ഇവിടെ കിടക്കുന്ന ഈ ആമ്പൽ വിത്തുകൾ കിളിർത്ത് ഇങ്ങനെ ആമ്പൽ പൂക്കൾ ഉണ്ടാകുന്നതാണ്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു അടിപൊളി ടൂറിസത്തിൻ്റെ ഉപാധിയാണ്. ഇവിടെ ഉള്ളവർക്ക് ഉപജീവനമാണ്. ഇവിടെയുള്ള ഒരുപാട് പേര് ഇത്തരത്തിൽ വഞ്ചി തുഴഞ്ഞും ചെറിയ കടകളൊക്കെ നടത്തിയിട്ടൊക്കെ ഒരു ഉപജീവനമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു 6 മാസക്കാലം. 6 മാസമല്ല, ഈ ഒരു കുറച്ച് കാലം, 3 മാസക്കാലം. അപ്പോൾ ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരിക്കും അല്ലേ ചേട്ടാ? അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഏർലി മോർണിംഗ് വരാൻ ശ്രമിക്കുക, ഒരു സൺറൈസിനോടനുബന്ധിച്ച്. അപ്പോൾ ഈ പൂക്കളൊക്കെ കറക്റ്റ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ആ ഒരു അടിപൊളി ഇതിൽ കാണാം. വെയിലുണ്ടാവില്ല. ഉച്ചയ്ക്ക് വെയിലടിച്ച് നിങ്ങൾ കരിഞ്ഞു പോകും. സോ അപ്പോൾ അതെ ചേട്ടാ നമ്മളൊരു അടിപൊളി പൂക്കളുടെ നടുക്ക് നിർത്തിയേക്കാണ്. അപ്പോൾ വെയിൽ ഉദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവടഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഏർലി മോർണിംഗ് വരാൻ നോക്കുക. ഒരു 6 മണി 6:15 കൂടി ഇങ്ങോട്ട് എത്താൻ നോക്കുക. നമ്മൾ ഇന്ന് ഇച്ചിരി ലേറ്റായി. സൺറൈസ് ജസ്റ്റ് മിസ്സാണെന്നാലും നോക്കി ചുറ്റും ആ ഒരു കാഴ്ച നോക്കി. എവിടെ നോക്കിയാലും സുന്ദരമായ അമ്പൽപ്പൂക്കളും അതിൻ്റെ നടുക്ക് സുന്ദരിയായ സാൻഡ്രയും. അപ്പം നമ്മളിത് കുറച്ചും കൂടിയും ഡെൻസായിട്ട് പൂക്കളുള്ള ഒരു ഭാഗത്തേക്ക് എത്തിയേക്കാണ്. ഇവിടെ ചുറ്റിൻ്റെ കണ്ടില്ല അമ്പലുകൾ. ദേ അമ്പൽ. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മലരിക്കൽ ഗുരുമന്ദിരം എന്ന് സെർച്ച് ചെയ്യണം ഗൂഗിൾ മാപ്പിൽ. എന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക്. പിന്നെ ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു പാലമുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ തന്നെ ആൾക്കാർ നിർത്തി ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങും. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, പാർക്കിങ്ങിന് കാശ് വാങ്ങും.
ബോട്ട് വേണോ വഞ്ചി വേണോ ഒക്കെ വെച്ച് ക്യാൻവാസ് ചെയ്യാൻ വരും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച വന്ന കാരണം അവർ പറഞ്ഞു തുടക്കത്തിലൊന്നും നിർത്താതെ അറ്റം വരെ പോകാൻ. അങ്ങനെയാണ് നമ്മൾ അറ്റം വരെ വന്നിട്ട് കുറേ പേര് വഴി കൈ കാണിച്ച് വഞ്ചി വേണോ പോണോ അമ്പലം കാണാൻ പോകണോ എന്നൊക്കെ ചോദിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും നിർത്തിയില്ല, നേരെ അറ്റം വരെ വന്നു. അറ്റത്ത് ഒരു എൻഡ് പോലൊരു സ്ഥലമുണ്ട്, അവിടെ വണ്ടി വെച്ച് ചെറിയൊരു പാലം കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു പാടത്തിൻ്റെ അവിടെ എത്തിയത്. അവിടെ ഭയങ്കര ക്രൗഡ്, അപ്പുറത്തെ പാടത്ത് ഭയങ്കര ക്രൗഡാണ്. ഇവിടെ കണ്ടില്ലേ ആരുമില്ല, കാര്യമായിട്ട് ഭയങ്കര ശാന്തി, ഒറ്റ ആളില്ല. അപ്പോൾ ചേട്ടനും അതാ പറയുന്നത്, എല്ലാവരും ആ വഴി തന്നെ നിൽക്കുന്ന കാരണം ക്യാൻവാസ് ഇത് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ തിരക്കൊക്കെ അങ്ങോട്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അമ്പലമുള്ള തിരക്ക് കുറവുള്ള പാടം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് വരാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഒരു ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതെ, നമ്മുടെ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് ആക്ച്വലി ഒക്ടോബർ കഴിഞ്ഞാൽ കൃഷി നടത്തും അല്ലേ? ഒക്ടോബർ കഴിഞ്ഞാൽ മോട്ടർ വെച്ച് അടിച്ച് കളഞ്ഞ് വെള്ളം കളഞ്ഞ് കൃഷി നടത്തും. ഓക്കെ, അത് കഴിഞ്ഞ് ജൂണോട് കൂടി മഴക്കാലം വരുമ്പോൾ കൃഷി അവസാനിപ്പിക്കും. എന്നിട്ടൊരു ഓഗസ്റ്റ് വെള്ളം കയറും. അത് കയറ്റുന്നതാണോ തന്നെ കയറുന്നതാണോ വെള്ളം? ഓക്കെ, ഇപ്പോൾ ചേട്ടനാണ് നമ്മളെവിടെയൊക്കെ ചുറ്റിക്കറക്കി കൊണ്ടുവരുന്നത്. എന്തായാലും അതിന് വലിയൊരു താങ്ക് യു. നിങ്ങളുടെ പൊതുവെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞോളൂ. അപ്പോൾ കാണുന്നവർക്ക് വരുന്നവർക്കൊരു ഇതാവല്ലോ. 100 രൂപ ഇഷ്ടംപോലെ പോകും. 1000 രൂപ. അത് വേറൊന്നും കൊണ്ടല്ല, നല്ലപോലെ ഊന്നി വഞ്ചി തുഴയണം. അതെ. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഏതായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ ചേട്ടനെ വിളിച്ച് നിങ്ങൾക്ക് നേരത്തെ കൂട്ടി വഞ്ചിയൊക്കെ സെറ്റ് ചെയ്ത് വരാവുന്നതാണ്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് സ്ഥലം സാൻഡ്ര? എന്ത് രസമാണ് നോക്കി, ചുറ്റും അമ്പലം ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഈ ഒരു ആമ്പൽ വസന്തം അത് ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ ഒരു ഓഗസ്റ്റ് മിഡോട് കൂടി ഒരു സെപ്റ്റംബറിലൊക്കെ അവസാനിക്കുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് അധികം സമയമില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വരണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാ, മലരിക്കിലേക്ക് പോരാ, ഏർലി മോർണിംഗ് പോരാ. ബസ് ഉണ്ട് ചേട്ടാ, ഇങ്ങോട്ട് ബസ് സർവീസ് ഇല്ലേ? ബസ് ഉണ്ട്. ഓക്കെ, കോട്ടയത്ത് നിന്ന് കിട്ടും. കോട്ടയത്ത് നിന്ന് ഏതാണ്ട് എത്ര കിലോമീറ്ററാണ് ഇങ്ങോട്ട്? 8 കിലോമീറ്റർ. ഏതാണ്ട് 8 കിലോമീറ്ററിൻ്റെ അടുത്താണ് കോട്ടയത്ത് നിന്നുള്ളത്. കോട്ടയത്ത് നിന്ന് മലരിക്കൽ ബസ് കിട്ടും, അന്വേഷിച്ചാൽ മതി. ഞാൻ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് നിങ്ങൾക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. മാക്സിമം ഏർലി മോർണിംഗ് എത്താൻ നോക്കുക. ഒരു 6-6:15 ആകുമ്പോഴത്തേക്ക് എത്തുന്ന രീതിക്ക്. സൺറൈസും കൂടി പിടിക്കാൻ പറ്റുന്നത് നമുക്ക് പൊളിയാണ്. നമുക്കൊരു 10-15 മിനിറ്റിൽ സൺറൈസ് മിസ്സായി ഇവള് കാരണം. എന്തായാലും അടിപൊളിയല്ലേ, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിൽ കൂടി തുടങ്ങി, അപ്പോൾ നമ്മൾ വലിയ അവസ്ഥ തിരിച്ചു കയറാണ്. നമുക്ക് ഏതായാലും തിരിച്ചു കയറാം. യെസ്സോ, നമ്മളങ്ങനെ കരക്കെത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ? എന്തായാലും എനിക്കാണോ? താങ്ക് യു. ഇത് വീഡിയോ കട്ടി തന്നെ തിരിച്ചു വാങ്ങൂലേ? നീ എന്നെ വെച്ചോ. സോ നമ്മളിത് അമ്പലം കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 200 രൂപയാണ് പറഞ്ഞത്. നമ്മൾ അറ്റം വരെ പോയില്ല, 1000 രൂപയുടെ സാധനം എടുത്തില്ല. സാമ്പത്തികം നമുക്കില്ലല്ലോ. വലിയ വ്ളോഗറാവായിരുന്നു ഒരു കൈ നോക്കായിരുന്നു. 1000 അല്ല 2000 കൊടുത്ത് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സാമ്പത്തികം ഇല്ലാത്ത നമ്മൾ 200 രൂപയുടെ എടുത്തത്. പക്ഷേ ആ ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നിർത്തി തന്ന്. സോ കുറച്ചൊരു എമൗണ്ട് അധികം കൊടുത്താൽ ചേട്ടൻ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ നമ്മളിന്ന് തിരിച്ചു പോവാണ്. ഇന്ന് ക്ലാസ് ഉണ്ട്, ലാബിൽ പോകണം, വർക്ക് ചെയ്യണം, പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ മലരിക്കലിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഔട്ടർ നമുക്ക് ഫുഡ് കൂടി കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ അറവുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടപ്പോൾ അതേ ഒരു നടപ്പാലം കണ്ട്, നല്ല രസമുള്ളൊരു നടപ്പാലം. അപ്പോൾ അതെ ആ വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ അതെ ഒരു അടിപൊളി നടപ്പാലം കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാണ് ഇവിടെ. അപ്പോൾ ഇതേ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു നടപ്പാലത്തിലും കയറി ചുമ്മാ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട്. എന്താ അതേ നമ്മൾ ഹായ് ഹലോ ഗായ്സ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ മലരിക്കൽ ആമ്പൽപ്പാടത്തിൻ്റെ ആ ഒരു ആമ്പൽ വസന്തത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു കോട്ടയം ഈ ഭാഗത്തൊക്കെ വരാൻ പറ്റുന്നെങ്കിൽ. ആക്ച്വലി മലരിക്കൽ മാത്രമല്ല വേറെയും ചില സ്ഥലത്തൊക്കെ ഇത്തരത്തിലെ ആമ്പൽ ബ്ലൂംസ് പരിപാടീസൊക്കെ ഉണ്ട്. ഹലോ ഔട്ട്റോ പറയാം, ഒന്ന് ക്യാമറയിലേക്ക് നോക്കൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഈ ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടി അത് അവസാനിക്കും. സോ മിസ് ചെയ്യണ്ട. ഇതിനി അടുത്ത കൊല്ലം വരെ കാത്തിരിക്കേണ്ടി വരില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ. സോ പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് പോവാം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ റേറ്റ്സ് പല രീതിക്കാണ്. നമുക്കിപ്പോൾ ആ ഒരു ഏരിയയിൽ പോകാൻ ഒരാൾക്ക് 100 എന്ന് വെച്ചിട്ടാണ്. അഡീഷണൽ കുറേയുള്ള ദൂരത്തേക്ക് പോകണമെങ്കിൽ എത്രയാണ് 1000 പിന്നെ മറ്റേ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവരെ വെള്ളാമ്പൽ കാണിക്കാം, ഒരു 400 രൂപ അധികം തന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. പക്ഷേ വെള്ളാമ്പൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ.
സോ അതൊക്കെ വൈസ്ലി നിങ്ങൾ ചൂസ് ചെയ്യുക, എങ്ങനെ വേണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടത് വേണമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ, ഇനി നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. എൻ്റെ ഇൻസ്റ്റാ ആൻഡ് ഫേസ്ബുക്കിൻ്റെ ഹാൻഡിൽസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാവും പേഴ്സണലി മെസ്സേജസ് ഒക്കെ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ തന്നെയാവും നിങ്ങൾക്ക് റിപ്ലൈ തരിക. സോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ട് അയക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗ്രോത്ത് വേണമല്ലോ ചാനലിന്, ബട്ട് സ്ലോ ആൻഡ് സ്റ്റഡി. സോ അങ്ങനെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അടുത്തൊരു വീഡിയോയിൽ അടിപൊളി സ്ഥലങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. സോ ഹാപ്പി ട്രാവലിംഗിൽ നിന്ന് അക്ഷയ് ആൻഡ് സാൻഡ്രയാണ് സൈനിങ് ഓഫ്. ബൈ ബൈ. ബൈ ബൈ കൊടുത്തേക്ക്.